എത്ര പേർ ലോകം വിട്ടുപോയി, എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് ഞാൻ സ്നേഹത്തോടെ വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് ഞാൻ ഇന്ന് ഈ പകലിൽ മഹത്വവും അർപ്പിക്കുന്നു. ഈ വിശുദ്ധ സഭായോഗത്തിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനും ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന പ്രിയ ബിനോയ് ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാണ്ട് 20 വർഷത്തെ അടുത്ത ബന്ധവും എനിക്ക് പ്രിയ ദേവദാസനുമായിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം OPയിലായിരുന്നപ്പോൾ 2008 9 മറ്റും ഞാൻ ആ ദേശത്ത് കടന്നു ചെന്നപ്പോൾ ആ സ്നേഹവും ആ കരുതലും ഒക്കെ എന്നെ ഞാൻ തുറന്നു പറയാം. എനിക്ക് ഈ ഒരാളെ സൂചിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് സൂചിപ്പിച്ചിട്ട് ഒരു കാര്യവും സാധിക്കാനുള്ള ആളല്ല. പക്ഷെ ഉള്ളത് ഞാൻ ആ മനുഷ്യൻ ജീവനോട് ഇരിക്കുമ്പോൾ പറയാം. അതെൻ്റെ ഒരു സ്വഭാവം. അത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞല്ല ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം എന്തെങ്കിലും ഉണ്ടെ പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ബിജോയ്ച്ചാൻ്റെ ചർച്ച വെച്ച് വരും. നമുക്കൊക്കെ ഒരു കാര്യമുണ്ട്, ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് എന്നാ കോക്കാമ്പിച്ചാൽ നമ്മൾ പറയുന്നത്, ഈ മനുഷ്യൻ നല്ലവനായിരുന്നു, ഈ മനുഷ്യൻ എത്രയോ മഹത് പ്രവൃത്തി, നീ അത് ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഒരു 8 വർഷം കൊണ്ട് ജീവിച്ചിരുന്നതിനെ വരുന്നു. എന്തുകൊണ്ടോ നീ പറഞ്ഞില്ല, ആ മനുഷ്യൻ മരിച്ചുപോയി. പക്ഷേ എനിക്ക് മുഖത്തുമൊക്കെ ഉള്ളത് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നെ ബിനോയ്ച്ചാൻ എന്നെ സാംസാന്ന് വിളിച്ചിട്ടില്ല, മോനെന്ന് വിളിച്ചിട്ടുള്ളൂ. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇടയ്ക്ക് അതോ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാംസാ മോനെ എന്ന കാണും വിളിച്ചാലേ ഉള്ളൂ, അല്ലാതെ എന്നെ പേര് വിളിച്ചിട്ടില്ല. ഒത്തിരി സ്നേഹിക്കുകയോ ഒത്തിരി കാര്യം ഞാൻ മറക്കത്തില്ല. ആ കുടുംബം എനിക്കൊന്ന് വൈകിയാണ് പ്രിയ ബിജോയ്ച്ചാനെ പരിചയപ്പെട്ടെങ്കിലും എനിക്ക് ആ കുടുംബത്തിൽ എല്ലാവരും നല്ല പരിചയമാണ്. ബിനോയ്ച്ചാൻ മുഖേന എനിക്ക് എല്ലാവരും പരിചയമാണ്. അവരുടെ ഏറ്റവും ഇളയ അനിയൻ റിജോയ്ച്ചാനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പ്രിയ ബിനോയ്ച്ചാനെ ഈ പട്ടണത്തിൽ, ഈ ദേശത്ത് കർത്താവിൻ്റെ വേലയുമായി, ഈ പുസ്തകവുമായി ഈ പുൾപിറ്റ് നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ക്രിസ്തുവിനെ ഉയർത്താൻ കഴിഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി ഒരു നിന്ദിതനാകാൻ തീരുമാനിച്ചാൽ, നിന്നെപ്പോലൊരു ഭാഗ്യവാൻ ആരുമില്ലെന്ന് ഞാൻ പറയും. ആ ഭാഗ്യം ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കാൻ കൂടപ്പറപ്പിൽ ഒരാളെ കൂടെ ദൈവം കണ്ടല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായി വന്ദനം ചെയ്യുന്നു. ഈ സഭയിലെ പ്രിയപിച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റാരെയും എനിക്ക് സഭയിൽ പരിചയമില്ലെങ്കിലും നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. ചർച്ച ബോർഡിൻ്റെ UKയുടെ അസിസ്റ്റൻ്റ് ഓഫീസർ ആയിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന പ്രിയ ബിജോയ്ച്ചാനെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രിയ ദേവദാസനോട് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവ അവസരം ഒരുക്കി. വളരെ സ്നേഹവും കരുതലും അദ്ദേഹവും ഈ ദിവസങ്ങളിൽ എനിക്ക് തന്നു. ഞാൻ നന്ദിയോടെ അത് സ്മരിക്കുന്നു. പ്രിയ ആൻറ്റി, ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തു വന്നത്. അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ദൈവം അവിടെയും ഞങ്ങളുടെ ദൈവമക്കളെ ദൈവം അവിടെയും ആദരിച്ചു. അതേ ദൈവമായി ഇന്ന് ഇവിടെ ഉള്ളത്. സ്തോത്രം. ഞാനത് ആഴത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ എത്രയോ പ്രസംഗങ്ങൾ കേട്ടു, എത്രയോ പാട്ടുകൾ കേട്ടു. ഇതെല്ലാം കേട്ട് നമ്മളങ്ങ് പോവുക. ഇതെന്താണ് നമ്മോട് സംസാരിക്കുന്നതെന്നോ നമുക്ക് എന്താണ് ഇതിൽ കൂടി ദൈവത്തോട് പറയാനുള്ളതെന്നും ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. നിങ്ങളുടെ ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വചന ശുശ്രൂഷ പ്രിയ പിതാവ് പ്രിയ അപ്പച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിന്ന് പകൽ ഉണ്ടായിരുന്ന സഭയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ട് എല്ലാവരെയും കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. പത്രത്തിൻ്റെ 12-ാമത്തെയും 11-ാമത്തെ പേജിൽ സ്ഥലം പിടിച്ചവർ നിര്യാതരായി എന്നും നീങ്ങിപ്പോയെന്നും നിത്യതയിൽ പ്രവേശിച്ചെന്നും മരിച്ചു പോയെന്നും ഒക്കെയുള്ള വാർത്തയോടുകൂടി ഇന്ന് പകലോടുകൂടി അവർ പോയി. എന്നാലോ പാട്ടുകാരൻ എഴുതി, എന്നാലോ നമുക്കൊരു നാൾ കൂടി. നാളത്തെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന പലരും വിട്ടുപോയപ്പോഴാണ് ഇന്ന് നിന്നെ ഇവിടെ സൂക്ഷിച്ചേ. നാളെ നമ്മൾ ആരൊക്കെ കാണുമെന്ന് നാളെ നമുക്ക് പറയാം.
നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവിലും നമ്മുടെ സാമർത്ഥ്യത്തിലും നമ്മുടെ മിടുക്ക് വെച്ച് പറയും, ഞാൻ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ ആരാന്നാ? ഞാൻ ഇച്ചിരി പച്ചക്കങ്ങ് പറയാം, 15 മിനിറ്റേ ഉള്ളൂ എനിക്ക് തന്നേക്കുന്നത്, 15 മിനിറ്റേ ഉള്ളൂ. ഈ 15 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നീ ആരാന്നാ നിൻ്റെ വിചാരം? ആരുമല്ല കേട്ടോ. ഒരു പോലീസ് വന്നാൽ എഴുന്നേറ്റ് നിന്ന് സാർ എന്ന് വിളിക്കാനുള്ളതേ ഉള്ളൂ. നീ പോലീസ് വരുമ്പോൾ കാലും വെച്ചൊന്നും നമ്മളിരിക്കത്തില്ല. നമ്മൾ ആരും അല്ല. നമ്മൾ ആരെങ്കിലും ആണെന്ന് തോന്നുന്നെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആരെങ്കിലും ആണെന്ന് തോന്നുന്നെങ്കിൽ അത് അവരവരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഭാര്യയുടെയും പിള്ളേരുടെയും മുമ്പിലാ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നത്. ഈ സഭയിൽ ആർക്ക് കാണണം നമ്മുടെ കഴിവ്? നമ്മൾ ആരാണെന്ന് ഈ സഭയിൽ അറിയിട്ട് എന്നെ എടുക്കാനാ? ഒന്നുമില്ല. നമ്മുടെ കഴിവും മിടുക്കും പത്രാസും കാണിക്കാനുള്ള സ്ഥലമല്ല ആത്മീയ വേദി. ആത്മീയ ശുശ്രൂഷയിൽ നമ്മുടെ മിടുക്ക് കാണിക്കേണ്ട സ്ഥലം അവിടെയല്ല. ഈ ദൈവസന്നിധി പറഞ്ഞാൽ കരയാനുള്ള സ്ഥലമാണ്. ദൈവത്തിന് നന്ദി കൊടുക്കുമ്പോൾ അതിന് തിരിച്ചിങ്ങോട്ട് തരുന്ന അനുഗ്രഹം എന്ന് പറയുന്ന വാക്കില്ലേ, ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പണമല്ല. ഞാനീ പറഞ്ഞ അനുഗ്രഹം, നിനക്ക് നല്ല 2 കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നിട്ടുള്ള അനുഗ്രഹമാണ്. നല്ല 2 ചെവി ഉണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിനൊരു ഭാഗമാണ്. കേൾക്കാൻ നന്നായിട്ട് കഴിയുന്നെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് തോന്നുന്നൊരു ഔദാര്യം മാത്രമാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ കഴിവും എടുക്കുമെന്നല്ല. ഞാൻ മുഖവരിയായിട്ട് അത്രയും ഞാൻ നിങ്ങളെ പറഞ്ഞ് ഓർപ്പിച്ചെന്താണെന്നറിയാമോ? ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇന്നലെ ഭൂമിയിലുണ്ടായിരുന്നവരാരും ഇല്ല. എന്നിട്ട് ഭക്തൻ വളരെ താഴ്മയോട് പറയാ, എന്നാലോ എനിക്കൊരു നാൾ കൂടെ നിന്നെ പാടി സ്തുതിപ്പാൻ എനിക്ക് അവസരം നീ തന്നല്ലോ. ഇതുപോലൊരു പ്രഭാതം നാളെ കിട്ടിയാൽ നമ്മൾ പറയണം, ഇതെനിക്ക് ദൈവം തന്നതാ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ നന്മ അനുഭവിക്കാൻ വേണ്ടി വിളിച്ചവരാ. നമ്മളാരും പട്ടിണി കിടക്കാൻ വേണ്ടി വിളിച്ചവരല്ല. പക്ഷേ കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു, സഹിഷ്ണുത സിദ്ധതയും അത് പ്രത്യാശയെ ഉളവാക്കുന്നുവെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാ. ഇത് അനുഭവിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ ഇതിനെ അതിജീവിക്കാൻ ഒരു കൃപ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്ത പോലല്ല, നമുക്കിതിനെ അതിജീവിക്കാൻ ഒരു കൃപ തന്നിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഭാഗം നിങ്ങളുമായിട്ട് പങ്കിട്ടിട്ട് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ അവസാന ദിവസ സമയമാണ്. കർത്തൃമേശയോടുകൂടി ഇത് കഴിഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഒരു കാര്യം ഓർത്തോണം, ഈ കർത്തൃമേശ എടുത്ത് ഉപവാസം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതോടെ എല്ലാം ശരിയായി എന്നാരും വിചാരിക്കല്ലേ. പ്രശ്നങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. അതിനെ അതിജീവിക്കാൻ വേണ്ട കൃപ ഏറ്റെടുത്ത് വേണം ഇത് പൂർത്തിയായിട്ട് ഇവിടുന്ന് പോകാൻ. ഇവിടെ ഈ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ തന്നെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 8 മുതൽ ഇങ്ങനെ 14 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഒരു 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടെ പറയുന്നുണ്ട്. മരുഭൂമിയിൽ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്നപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഒരു കഠിന ഹൃദയത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. താഴോട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി, അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരായിരുന്നു. അപ്പോൾ ഒരു കഠിന ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു തെറ്റിപ്പോകുന്ന ഹൃദയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വീണ്ടും താഴോട്ട് വരുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള കഠിന ഹൃദയം, ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. സ്തോത്രം. ആദ്യം 2 ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് കഠിന ഹൃദയത്തെക്കുറിച്ചും തെറ്റിപ്പോകുന്ന ഹൃദയം. ഈ 2 ഹൃദയം പ്രാരംഭമായിട്ട് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ ആ 3-ാം ഭാഗത്ത് പറയുന്ന ഇച്ചിരൂടെ എംഫസൈസ് കാര്യങ്ങൾ ഇച്ചിരൂടെ കൃത്യമായിട്ട് പറയാണ്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. വെറും ഒരു ദുഷ്ടഹൃദയമല്ല, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയാം, ഹൃദയത്തെ കഠിനമാക്കരുത്. നമ്മൾ ഇവിടുന്ന് ഈ ബലത്തോടെ കടന്നു പോകുമെന്ന് അഭിഷക്തം പറയുമ്പോൾ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ ബലത്തോട് തന്നെ നമ്മൾ ഇവിടുന്ന് കടന്നു പോകണം. നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാൻ പാടില്ല. കഠിനമാകേണ്ട പല സന്ദർഭങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ വന്നെന്ന് വരാം. കോപിക്കേണ്ട പല സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിൽ വന്നെന്ന് വരാം. പക്ഷെ കോപിക്കാതിരിക്കണം. അപ്പൊ നമ്മൾ പറയും, ബൈബിളിൽ കോപിച്ചാൽ പാപം ചേരുന്നതല്ലോ, അതവിടെ കിടക്കട്ടെ, നീ അവിടെ വരെ പോകണ്ട, നീ കോപിക്കരുത്. കോപം പറഞ്ഞിട്ടില്ല നമുക്ക്. കഠിന ഹൃദയമാക്കരുത്. നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോട് നമ്മൾ അല്പം സ്നേഹവും കരുണയും കാണിക്കണം. എനിക്ക് ശേഷം അഭിഷക്തനോട് നന്നായി വചനം ശുശ്രൂഷിക്കണം. അതുകൊണ്ട് ഈ 3 കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നേ. മറ്റുള്ളവരെ സ്നേഹിക്കാനാ ദൈവം നമ്മെ പഠിപ്പിച്ചേ. മറ്റുള്ളവരെ കരുതാനാ ദൈവം നമ്മളെ പഠിപ്പിച്ചേ. പിന്നെ നമുക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ദേവദാസൻ പണ്ട് നമ്മളോട് പറഞ്ഞോളൂ, നിങ്ങൾ ലോകം മുഴുവനും, പൗലോസും പറഞ്ഞു, ഭാഷും പറഞ്ഞു, ആര് ലോകത്തെമ്പാടും പോയി എൻ്റെ സാക്ഷികളാകുവീൻ, എന്നെക്കുറിച്ച് പറയുവീൻ എന്ന് പറഞ്ഞു. ചിലർക്കൊക്കെ നമുക്ക് പെന്തക്കോസ് വിശ്വാസം ചിലർക്ക് അങ്ങ് തീക്ഷ്ണമായ വിശ്വാസം, അങ്ങ് ഭയങ്കര തീവ്രവാദ വിശ്വാസം ചിലർക്ക് കയറി തലയ്ക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങ് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ആത്മീയ ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഈ ആത്മീയ ചിന്ത ഉള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു മനുഷ്യന് വിശന്ന്
വിശന്ന് വലഞ്ഞൊരു സഹോദരൻ കയറി വന്നിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പം ഈ ആത്മീയം പറയുന്നത് എന്താണെന്നറിയാവോ? ഇവൻ ആദ്യം ചോദിക്കുന്നത് രക്ഷിക്കപ്പെട്ടാണോ? എന്നെ ആത്മീയം അല്ലേ? അത് ഇച്ചിരി കൂടുതലാണ്. നിന്റെ ആ ഭക്തി ഏറ്റവും വലിയ കപടഭക്തിയാണ്. വിശന്ന് വരുന്ന ഒരുത്തോടെ രക്ഷിക്കപ്പെട്ടാണോ നീ ചോദിക്കാൻ നിന്നെപ്പോലൊരു കള്ളൻ ലോകത്താര്. അത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അവൻ നീ വിശന്ന് വരുന്നവൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. ആദ്യം അവൻ ഒരു കുറ്റി പുട്ടും 2 പഴവും കൂടെ കൊടുത്തിട്ട് വേണം 2 പപ്പടം കൂടെ കൊടുത്തു. എന്നിട്ട് നീ ചോദിക്കണം നീ രക്ഷിക്കപ്പെട്ടാണോ, കർത്താവിനെ അറിയാമോ. അവിടെയാ നിന്റെ സ്നേഹത്തിൽ കൂടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നത്. നിന്റെ പ്രവൃത്തിയിൽ കൂടി വേണം നീ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ. അല്ല നിന്റെ വാക്കിൽ കൂടി കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് പറയാം ഇതുവഴി നേരെ പോയി 2 കിലോമീറ്റർ കഴിഞ്ഞ് ഇടത്തോട്ട് പോകുന്നു പറയുന്നതും ഈ 2 കിലോമീറ്റർ ഇവൻ്റെ കൂടെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് ഇവനെ പറഞ്ഞു വിടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൊണ്ടുവിടുന്നതും പറഞ്ഞു വിടുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ക്രിസ്തുവിനെ നീ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ നിന്റെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം. ഒരു മനുഷ്യൻ വിശന്ന് വലഞ്ഞു വന്നാൽ അവൻ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം. നിനക്ക് ക്രിസ്തുവിനെ അറിയാവോ? അവൻ യഥാർത്ഥത്തിൽ നിന്നിൽ കൂടി ക്രിസ്തുവിനെ അറിയും. കാരണം അവൻ്റെ മുമ്പിൽ നീ ആ കാണപ്പെടുന്ന ദൈവം അവന്. ഹലോ, ഒരു നേരത്തെ ആഹാരം കൊടുത്ത നീ അവന് കാണപ്പെടുന്ന ദൈവം. മനസ്സിലായോ പറഞ്ഞേ? ക്രിസ്തുവിനെ നീ പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കണം, നിന്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം. വാക്കിൽ കൂടിയല്ല. വാക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റാൻ കഴിയുന്ന വാക്കുകളാണ്. ജീവിതത്തിൽ മാറ്റാൻ കഴിയുന്നതും വാക്കേ ഉള്ളൂ. ചിലർ പറയത്തില്ല ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞു വിടും. കാര്യസാഹചര്യം പറഞ്ഞ് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുന്ന. ഞാൻ എപ്പോൾ തരാമെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ സ്കൂളിൽ പന്തയം വെക്കുന്ന പോലെ ഞാൻ തരാമെന്നല്ലേ പറഞ്ഞോളൂ, എപ്പോൾ തരാമെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് മലയാളികളുടെ ഒരു ഗുണം. താഴോട്ട് വരികയാണേ. ഇനി 2 തെറ്റിപ്പോകുന്ന ഒരു ഹൃദയമുണ്ട്. എനിക്ക് ഒത്തിരി പറഞ്ഞ സമയമില്ല. തെറ്റിപ്പോകുന്ന ഒരു ഹൃദയം. ശരിയാണെന്ന് പലപ്പോഴും നിനക്ക് തോന്നി, പക്ഷേ തെറ്റാണെന്ന് നിനക്കറിയാം. ശരിയാണെന്ന് പലപ്പോഴും തോന്നി, പക്ഷേ തെറ്റാണെന്ന് അറിയാമെങ്കിലും അതിനെ ശരിയായി കാണുന്നെങ്കിൽ അതാണ് യഥാർത്ഥ തെറ്റ്. കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടു. അതിലൊരു കള്ളൻ കയറിയ സമയം മുതൽ അവനെ പരിഹസിച്ചു. നീ ദൈവപുത്രനെങ്കിൽ രക്ഷപ്പെട്, ഞങ്ങളെയും കൂടി രക്ഷപ്പെടുത്തിക്കാൻ പറഞ്ഞു. എന്നാൽ മറുഭാഗത്ത് കിടന്ന കള്ളൻ അവൻ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയാം. എന്താണെന്നറിയാമോ? ഒരു അപേക്ഷ അങ്ങോട്ട് വെച്ച് ആദ്യം നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നിങ്ങളൊന്ന് പ്രതികരിക്കുക. ഇവൻ പറഞ്ഞു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ഭാഗം നിങ്ങൾ എന്നെക്കാട്ട് നന്നായിട്ട് ഒത്തിരി വായിച്ചിട്ടുള്ളതാ. ഒരുത്തൻ അവിടെ പറഞ്ഞു നീ ദൈവപുത്രൻ അങ്ങ് രക്ഷപ്പെട് ഞങ്ങളെ. അപ്പൊ ഇവൻ പറഞ്ഞാണ് എടാ നീ ഒന്നും മിണ്ടായിരി, നമ്മൾ തെറ്റ് ചെയ്തിട്ടായി ശിക്ഷ അനുഭവിക്കുന്നത്. ഇവൻ ഒരു തെറ്റ് ചെയ്യാതെ അനുഭവിക്കുക. ആ പറഞ്ഞവനാണ് യഥാർത്ഥ ഏറ്റു പറഞ്ഞില്ലേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ. അച്ഛാ ഇവനായിരുന്നു സത്യത്തിൽ യഥാർത്ഥ കള്ളൻ. ആര്? നമ്മുടെ കൂട്ടൻ. എല്ലാം അറിയാവുന്നവനായിരുന്നു ഇവൻ. അത് ഇടതുഭാഗത്തുനിന്നോ വലതുഭാഗത്തുനിന്നോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഇടതുഭാഗത്തൊരു കള്ളൻ ഉണ്ടായിരുന്നു, വലതുഭാഗത്തൊരു കള്ളൻ. 2 ഭാഗത്തും ഓരോ കള്ളന്മാരുണ്ടായിരുന്നു. അതിലൊരു ഭാഗത്ത് കിടന്ന കള്ളൻ പരിഹസിച്ചപ്പോൾ മറുഭാഗത്ത് കിടന്ന കള്ളൻ പറഞ്ഞു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് പറഞ്ഞു. യേശു അവിടെ കിടന്ന ഒറ്റ വാക്കേ പറഞ്ഞു, നീ ആരാണെന്നോ എന്താണെന്നോ എന്ത് പ്രശ്നത്തിന്റെ പേരിലാണ് ഇവിടെ വന്നതെന്നൊന്നും ചോദിച്ചാൽ നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിലിരിക്കും എന്ന് വെച്ചാൽ ഇവന്റെ ഒറ്റ വാക്കിന്റെ പുറത്ത് സൗജന്യമായ ഒരു രക്ഷ കൊടുക്കുമായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ഗൗരവം പിടികിട്ടിയോ? ഒറ്റ വാക്കും പുറത്ത് ഒരു രക്ഷ അവന് ക്രൂശിൽ കിടന്ന ദൈവം അവന് സൗജന്യമായി കൊടുത്തു. കാരണം ഇവനായിരുന്നു യഥാർത്ഥ കള്ളൻ. ഞാൻ മനസ്സിലാക്കി. എൻ്റെ യേശു തമ്പുരാൻ അറിയാൻ ഇവനാണ് കള്ളൻ. കാരണം ഇവൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ന് വെച്ചാൽ നീ രാജ്യത്വം പ്രാപിക്കുമെന്നും, രാജ്യത്വം പ്രാപിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും രാജാവായിരിക്കണമല്ലോ. നീ രാജാവാണെന്നും നീ രാജ്യത്വം പ്രാപിക്കുമെന്നും മൂന്നാമത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമെന്നും എനിക്ക് നന്നായി അറിയാം. സ്തോത്രം. ആ കള്ളൻ അറിയാവുന്ന അതേ വസ്തുത അറിയാവുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ ഇരിപ്പ് നിരപ്പ് കണ്ടാൽ ഉടനെ എങ്ങും കർത്താവ് വരുത്തില്ലെന്നൊരു ധാരണയില്ല. അത് നിന്റെ തോന്നൽ മാത്രമാണ്. അത് നമ്മുടെ വെറും ഒരു തോന്നലാ. ഒരു ദിവസം വരും, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു വിളി കേൾക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഇന്ന് അതിന് ക്രമീകരണം വരുത്തി വേണം മടങ്ങിപ്പോകാൻ. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ അപ്പവും വീഞ്ഞും കുടിച്ച് നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുക. നമ്മൾ കുറേ നാളായിട്ട് കർത്താവ് വരുന്നു 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 കേട്ടൊന്ന് പൊക്കോണ്ടിരിക്കുക. പക്ഷെ കർത്താവിൻ്റെ ഒരു വാതുക്കലായിട്ടും ഇപ്പോഴും നിനക്ക് കള്ളന് മനസ്സിലാക്കാൻ പറ്റിയ വിശ്വാസം പോലും നിന്റെ എൻ്റെ ജീവിതത്തിലില്ല. ഇവൻ പറഞ്ഞു നീ രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് എനിക്ക് നന്നായി അറിയാം. യേശു അവനോട് പറഞ്ഞു നിന്റെ ഒറ്റ വിശ്വാസത്തിന്റെ പേരിൽ നിനക്ക് സൗജന്യമായ ഒരു രക്ഷ ഞാൻ തരുക. നീ ഇന്ന് എന്നോടുകൂടി. ഹൃദയത്തെ കഠിനമാക്കരുത് കേട്ടോ. കരയേണ്ടടുത്ത് കരഞ്ഞോണം, ഏറ്റു പറയേണ്ടടുത്ത് ദൈവസ്ഥനിൽ ഏറ്റു പറഞ്ഞോണം. വചനം ഇങ്ങനെ പറയുന്നു, ഏറ്റു പറയുന്നവന് മാത്രമേ കരുണ ലഭിക്കൂ. മൂന്നാമത്തെ ഭാഗം ഇങ്ങനെ പറയുകയാണ്, ദുഷ്ടഹൃദയം. എങ്ങനെ?
അവിശ്വാസമുള്ള, വെറും ഒരു ദുഷ്ടഹൃദയമല്ല, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. സ്തോത്രം. നമുക്ക് പലപ്പോഴും പലതും തെളിവ് കണ്ടാലേ ഇനിയും വിശ്വസിക്കാൻ പറ്റും. യേശുവിൻ്റെ കയ്യാൽ ഇനിയും നമ്മൾ യേശു ആന്ന് പറഞ്ഞാലും, യേശു തമ്പുരാനാന്ന് പറഞ്ഞാലും നമ്മൾ അവസാനം ചോദിക്കും, ഞാൻ എല്ലാം വിശ്വസിച്ചു, പക്ഷെ ആ കയ്യിലെ കിഴുത്തയോടെ എന്നെ ഒന്നേ. ഇതൂടെ കണ്ടാലേ നമുക്ക് പലപ്പോഴും വിശ്വാസം വരും. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. നിന്റെ അവിശ്വാസത്തിൻ്റെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെക്കണം. നമുക്ക് ദൈവസന്നിധി മാത്രമല്ല വിശ്വാസം, മനുഷ്യൻ്റെ കൂടെ നടക്കുന്നതിനെ പോലും വിശ്വാസമല്ല. കൂട്ടുകാരനെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ പോലും, എന്തിന്? സ്വന്തം വീട്ടിലുള്ളവരെ വിശ്വാസമല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചില അച്ചായന്മാർ പോകുമ്പം എല്ലാം പൂട്ടിയിട്ടാണ് പോകുന്നത്. ചില അമ്മാമ്മമാർ പോകുമ്പോഴും, നിങ്ങൾ മാത്രം അങ്ങനെ മിടുക്കരാണ്ട, അച്ചായന്മാരെ കുറ്റം പറയുമ്പം സ്വാഭാവികമായിട്ടും അമ്മാമ്മമാർക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. എല്ലാം കണക്കാ. നമുക്കാരും വിശ്വാസമല്ല പലപ്പോഴും. നിങ്ങളുടെ കുറ്റം പറയാൻ വന്നതല്ല ഞാൻ ഒരു റിയൽ ഫാക്ട് പറഞ്ഞ, നമുക്കാരും വിശ്വാസമല്ല. നമ്മുടെ നിഴലിനെ പോലും വിശ്വാസമല്ല. പിന്നെ അങ്ങനെ നമ്മളിപ്പം വിചാരിക്കും, ഇപ്പം ഈ നവമാധ്യമങ്ങളിലെ ചർച്ചകൾ പോലും ക്രിസ്തു വരുമോ എന്നുള്ളതാണ്. ഇത് ചുമ്മാതെ നമുക്കൊരു വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞൊരു തട്ടിപ്പാണെന്ന് പറഞ്ഞു വെക്കുന്ന ചർച്ചകൾ വരെയാണ് നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയാം. ആവശ്യമില്ലാത്ത ഒന്നും കേൾക്കാൻ പോകണ്ട. ആവശ്യമില്ലാത്ത പ്രസംഗങ്ങളും പാട്ടും ഒന്നും കേൾക്കാൻ പോകണ്ട. ആവശ്യമില്ലാത്ത ഒന്നും നിൻ്റെ വീട്ടിൽ ഓൺ ചെയ്യാൻ വേണ്ട. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയുടെ മധ്യയായ കുടുംബങ്ങളായിരിക്കുന്നത്. നീയായിട്ട് ആ നഷ്ടത്തിന് ആക്കം കൂട്ടരുത്. തലമുറകൾ കൈവിട്ടു പോയിട്ട് നമ്മൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രമാണം കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ നിർബന്ധിതരാകണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, അവർക്ക് വേണ്ടി കരയുക. ഈ അവിശ്വാസം മാറ്റിവെക്കുക. നമ്മൾ ചെയ്യുന്നതാ നമ്മുടെ തലമുറകൾ കണ്ടുപഠിക്കുന്നത്. നമ്മൾ വണ്ടിയിൽ നിന്ന് സംസാരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ നിന്ന് നമ്മൾ കുറ്റം പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കും. നമ്മൾ പോയി കഴിയുമ്പോൾ വരുന്നവരോട് ഇവർ പറയും, നിങ്ങളുടെ കാര്യം ഇന്ന് പപ്പയും മമ്മിയുടെ വണ്ടിയിൽ നിന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ ശരിയല്ലെന്നാ പറയുന്നത്. പോയില്ലയോ? നിന്റെ ഇമേജ് മുഴുവൻ പോയില്ലേ? ആരാ പറഞ്ഞ? അയൽവക്കക്കാരനല്ല, വീട്ടിലുള്ളവർ തന്നെ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ സംസാരിക്കാൻ സാവകാശം ഉണ്ട്. അവരങ്ങനെ സംസാരിക്കാവൂ. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. കുഞ്ഞുങ്ങൾ നിന്നെ കണ്ടും എന്നെ കണ്ടും പഠിക്കരുത്. അഥവാ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിന്നിലും എന്നിൽ നിന്ന് നല്ലത് കണ്ടു പഠിക്കണം. എനിക്ക് വേണ്ടി കരയുന്ന ഒരമ്മ, എനിക്ക് വേണ്ടി കരയുന്ന ഒരപ്പൻ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ബിജോയ്ച്ചാൻ്റെ സഭയിൽ പറഞ്ഞ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഉദാഹരണമല്ല, നമ്മുടെ വചനത്തിൽ നമ്മൾ പഠിച്ചു. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ, ഒരു ബാലകൻ്റെ കയ്യിൽ ശിഷ്യന്മാർ എന്ന് യേശുവിനോട് പറഞ്ഞു, അപ്പ ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്രയും പേർക്കാകുമോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളത് മേടിച്ചുകൊണ്ട് വന്നാൽ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, നീ അത് മേടിച്ചോണ്ടെങ്കിൽ വാ, അത് മേടിച്ചോണ്ട് വാ. അത് മേടിച്ചോണ്ട് വന്നു. ഇത് വാഴ്ത്തി കൊടുത്തു. ഈ വാഴ്ത്തിയതും കൊടുത്തതും അല്ല എൻ്റെ പ്രശ്നം. ഈ കൊച്ചന് ഇവരുടെ കൊടുക്കാൻ പറ്റിയ മനസ്സാ. ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അവൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ചു വിട്ടത് അതാ. ഇത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ഇത് ഞാൻ പറഞ്ഞതാ. മനസ്സിലായോ? ബാലകൻ കൊടുത്ത കാര്യവും വാഴ്ത്തി കൊടുത്ത കാര്യവും ബൈബിളിൽ പറയുന്നത്. ഞാൻ പറയുക, അവൻ്റെ മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ചു വിട്ടതാ അവൻ ചെയ്തത്. ഇന്ന് പകൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടൊരു കാര്യം പറയാം. തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാ. തലമുറ നല്ലത് ചെയ്യുവാൻ നമ്മൾ അവരെ പ്രാപ്തരാക്കണം. ആ കുഞ്ഞത് കൊടുത്തു. നല്ല മാതാപിതാക്കൾ എന്ന് പറഞ്ഞ, മോനെ ഇത് നീ വേറെ എവിടെയെങ്കിലും മൂലക്കെങ്ങാനും മാറുന്ന കഴിക്കാവുള്ളൂ, എല്ലാവരും കാണും, ആർക്കും കൊടുക്കരുതെന്ന്. ഈ അമ്മ അതും പറഞ്ഞില്ല. ഈ അമ്മ പറഞ്ഞു വിടാൻ സാധ്യതയുള്ള വാക്കിങ്ങനെ, മോനെ നീ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തോ, 2 അപ്പം ഇനി ഇവിടെ ഇരിപ്പുണ്ട്, നീ വേണം വൈകിട്ട് വന്നേ. ഞാൻ എൻ്റെ വാക്കിനെ ഇവിടെ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലത് ചെയ്യുവാൻ നമ്മൾ മറ്റുള്ളവരെ പ്രാപ്തരാക്കണം. അതെങ്ങനെയാകുന്നത്? നമ്മൾ നന്മ ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് നന്മയാണെന്ന് തോന്നുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് നന്മ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ വീണ്ടും പറയാം, അവിശ്വാസം എന്ന ഹൃദയം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇത് നടക്കുമോ കർത്താവേ? ഇത് ചെയ്യുവാൻ സാധിക്കുമോ? എനിക്കിങ്ങനെ ഒരു രക്ഷ ഉണ്ടാകുമോ? എനിക്കിങ്ങനെ ഒരു സൗഖ്യം ഉണ്ടാകുമോ? എനിക്കിങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകുമോ എന്ന് നാം ദൈവത്തോട് ചോദിക്കുന്ന ചില സന്ദർഭങ്ങളില്ലേ, നിന്റെ ആ ഹൃദയം നീ ഒന്ന് മാറ്റി വെക്കണം. ആ ഹൃദയം ഒന്ന് മാറ്റി വെക്കണം. മനസ്സിൽ ഒന്ന് പിടിച്ച് ആ ഹൃദയം ഒന്ന് മാറ്റി വെക്കണം. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും എല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ നന്നായി അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരവും എനിക്ക് നിന്നെ കൈവിടാൻ ഇട വന്നില്ലല്ലോ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ സത്യം അറിയുവാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഇത് അനുഭവിക്കാൻ കഴിഞ്ഞതാ.
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്കിതിനെക്കുറിച്ച് പറയുവാൻ കഴിഞ്ഞതാ. ഇനി അവസാനമായി ഞാൻ എൻ്റെ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ആരെങ്കിലും ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നു ഈ സഭ ആത്മനിർവിൽ, വിശ്വാസത്തിൽ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന സഭയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും, കാരണം അതെൻ്റെ ഡ്യൂട്ടിയാ, അത് ഞാൻ നിങ്ങളോട് പറയാതെ പോയാൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. എൻ്റെ ദൈവത്തോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇവിടെ ആരെങ്കിലും ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ സമയമായത്. നാളെ ഒരു സമയമില്ല. അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് പറയാ, അഭിഷേകം പ്രാപിക്കണം. ഈ 2024 കടന്നു പോകുന്നതിന് മുമ്പേ 25 നീ കയറുമ്പോൾ ആത്മാവിൻ്റെ ഇരട്ടി പങ്കുള്ളവരായിട്ട് വേണം ഇവിടുന്ന് അടുത്ത പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ. കാരണം അഭിഷേകമില്ലാതൊരു നിലനിൽപ്പിനി നമുക്കുണ്ടാവില്ല, പറ്റുകയില്ല നിൽക്കാൻ. ഈ ഭൂമിയിൽ നിലനിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം. അല്പം കൂടെ പറഞ്ഞാൽ നിന്റെ കുഞ്ഞുങ്ങൾ പ്രവചിക്കണം. നിന്റെ മക്കൾ മറ്റുള്ളവരെ നോക്കി ദൂത് പറയണം. നീ അതിനുവേണ്ടി ദൈവം ഈ കുഞ്ഞുങ്ങളെ ഒരുക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവദാസന് നന്ദി അറിയിക്കുന്നു. ഈ പാട്ടിന് 4 വരെയും ഇത്ര സൗഭാഗ്യം ഈ ചീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം ഈ ചീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാ മന്നിലുള്ളൂ, മന്നിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മന്നിലുള്ളൂ, മന്നിലുള്ളൂ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ.